ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നിങ്ങൾക്ക് 25 കോടി വേണമെങ്കിൽ ആദ്യം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ വീഡിയോ കാണണം കേട്ടോ. അപ്പം 40 രൂപ മുടക്കി എങ്ങനെ 25 കോടി അല്ലെങ്കിൽ 10 ലക്ഷം നേടാമെന്ന് നമുക്ക് കാണാം. അപ്പം ഞാൻ ഓൾറെഡി പർച്ചേസ് ചെയ്ത ഒരു മെസ്സേജാണിത്. അതിൽ നമുക്കൊരു ലിങ്ക് വന്നിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കയറിയിട്ടാണ് ഞാനിത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നത്. നിങ്ങൾക്ക് പത്രത്തിൽ വരുന്ന QR കോഡ് സ്കാൻ ചെയ്താൽ ഇതുപോലെ തന്നെ ക്രോമിൽ ഓപ്പൺ ആയിട്ട് വരും. അപ്പം ഞാൻ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കി. അപ്പം ഇതുപോലെയാണ് ഒരു പേജ് വരുന്നത്. നിങ്ങൾ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ആധാർ പാൻ കാർഡ് വെച്ച് രജിസ്റ്റർ ചെയ്താലേ ഉള്ളൂ ഈ ഒരു പേജ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഇതിൽ എൻ്റർ യുവർ ടിക്കറ്റ് നമ്പർ ഉണ്ട്. നമ്മൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് നോക്കാനായിട്ട് നമുക്കിവിടെ ആ നമ്പർ എൻ്റർ ചെയ്ത് സെർച്ച് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ താഴെ നമുക്ക് ടീ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ഹിയർ ടു ബൈ ടീ ഉള്ള ഒരു പ്ലേസിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഇതിനകത്ത് നമ്മൾ പൈസ വാളറ്റിൽ ഉണ്ടെങ്കിൽ ഓർഡർ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിക്കും ക്ലിക്ക് ചെയ്യുമ്പം തന്നെ. പക്ഷേ നമുക്ക് പൈസ ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ INR 40 നമുക്ക് എത്ര നമ്പർ ഓഫ് ടീ വേണമെന്നുണ്ട്, പ്ലസ് അതിൻ്റെ താഴെ കൊടുത്തിൻ്റെ ക്വസ്റ്റിൻ്റെ ആൻസർ ഹോം ഡെലിവറി ആണോ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പിക്കപ്പ് ഫ്രം സ്റ്റോർ ആണോ നിങ്ങളുടെ ഇഷ്ടത്തിന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ താഴെ വരുന്ന ഒരു ടിക്കിൽ നമ്മൾ ടിക്ക് ചെയ്യണം. കണ്ടില്ലേ, ഞാൻ ചെയ്ത പോലെ ആ ടിക്ക് ചെയ്യുക, ബൈ നൗ കൊടുക്കുക. ബൈ നൗ കൊടുക്കുമ്പോൾ നമ്മൾ ഓൾറെഡി സൈൻ ഇൻ ചെയ്തിട്ടില്ലെങ്കിൽ സൈൻ ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഫസ്റ്റ് പാസ്വേഡ് അല്ലെങ്കിൽ OTP ഏതെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ OTP സെലക്ട് ചെയ്തു. മൊബൈൽ നമ്പറിൻ്റെ അവിടെ നമ്മുടെ ഫോൺ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഏതാണോ നമ്മൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സെൻഡ് OTP കൊടുത്തു കഴിയുമ്പോൾ OTP സെൻഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിക്കും. അപ്പം നമ്മുടെ മെസ്സേജ് ബോക്സിലോട്ട് ആ നമ്പറിലേക്ക് ഇവരൊരു OTP സെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ OTP നമ്മൾ ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക, അതാണ് വേണ്ടത്. അപ്പം എനിക്ക് വന്ന OTP ഞാൻ അവിടെ എൻറ്റർ ചെയ്ത് കൊടുത്തു. OTP വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് റീസെൻറ്റ് OTP കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ സൈനിങ് എന്ന് പറഞ്ഞിട്ടൊരു റെഡ് കളറിലെ ബോക്സ് കണ്ടിട്ടില്ലേ. അപ്പം നമ്മൾ ഈ ഒരു OTP എൻറ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ സൈനിങ് കൊടുക്കാവുന്നതാണ്. സൈനിങ് കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലൊരു പേജിലോട്ട് പോകും. അവിടെ INR 40 അതിൻ്റെ ഇപ്പുറം 1 കാണിച്ചിരിക്കുന്ന പ്ലസ്സിൽ ഞെക്കി കഴിയുമ്പോൾ നമുക്ക് എത്ര ടീ വേണോ എന്നുള്ളത് അവിടെ ചെയ്യാം. പിന്നെ സെക്കൻഡ് താഴെ വരുന്ന ക്വസ്റ്റ്യനിലെ ആൻസർ കൊടുക്കുക. ഹോം ഡെലിവറി ആണെങ്കിൽ ഹോം ഡെലിവറി കൊടുക്കുക. താഴത്തെ ആ ഒരു ബോക്സിൽ ടിക്ക് കൊടുക്കുക. ദെൻ നമ്മൾ ബൈ നൗ കൊടുക്കുക. ബൈ നൗ കൊടുക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ഇല്ല, ആകെ 10 രൂപ മാത്രമേ ബാലൻസ് കാണിക്കുന്നുള്ളൂ. അപ്പം ഡെപ്പോസിറ്റ് എമൗണ്ട് 40 എന്ന് കാണിക്കും. അപ്പം ഞാൻ 40 ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലൊരു പേജിലോട്ട് പോകും. പേജിലോട്ട് പോകുമ്പോൾ അതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എന്താണോ അത് നിങ്ങൾ എൻറ്റർ ചെയ്ത് കൊടുക്കുക. ആ ഷിപ്പിംഗ് ഇൻഫർമേഷൻ അവിടെ പേര് അഡ്രസ്സൊക്കെ അതിൻ്റെ തൊട്ട് താഴെ കണ്ടില്ലേ പേയ്മെൻറ്റ് ഇൻഫർമേഷൻ എന്നുള്ളത്, അവിടെ വേണം നമ്മൾ പേയ്മെൻറ്റ് ഓപ്ഷൻ കൊടുക്കാൻ. ഞാൻ ക്രെഡിറ്റ് കാർഡ് കൊടുത്തുകൊണ്ട് ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. നിങ്ങൾ UPI കൊടുക്കുമ്പോൾ ആ UPI എൻറ്റർ ചെയ്ത് കൊടുത്താൽ അതിലോട്ട് റിക്വസ്റ്റ് പോയി 40 എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആകും. അന്നേരം നിങ്ങൾക്ക് ഓർഡർ സക്സസ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് റിപ്ലൈ അറിയിക്കുക. ബൈ.